ഹല്ലോ മല്ലൂസ്, രാവിലെ തന്നെ ഈ മാറ്റി ഒരുങ്ങി കെട്ടിങ്ങാണ്ട് എവിടുക്ക പോണെന്നല്ല നിങ്ങൾ എല്ലാരും നോക്കണത്. ഞാൻ എന്താ കാര്യം എന്നുള്ളത് അവസാനം പറയട്ടോ. അപ്പൊ ഞാൻ എന്റെ പെരയുള്ളത് കർണാടകയിൽ കൂർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടുന്ന് ഇപ്പൊ എനിക്ക് പോകാനുള്ളത് ഗൂഡല്ലൂര്, ഊട്ടി ഗൂഡല്ലൂർക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ഉമ്മാന്റെ പെര അവിടെയാണുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് കുശാൽ നഗറിന്ന് മൈസൂർക്കാണ് ബസ് കയറേണ്ടത്. എന്തിനാണ് അവിടേക്ക് ബസ് കയറുന്നത്? ഡയറക്റ്റ് ബസ് ഉണ്ട്, പക്ഷെ മൈസൂർ വരെ നമുക്ക് ഫ്രീ ആണ് കേട്ടോ. ആധാർ കാർഡ് കാണിച്ചു കൊടുത്താല് അത് ഇവിടെ പെണ്ണുങ്ങൾക്കുള്ള ഒരു സംഭവമാണ്. നമ്മൾ ആധാർ കാർഡ് കാണിച്ചു കൊടുത്താല് ഫ്രീ ആയിട്ട് പോയിട്ട് വരാം. അങ്ങനെ കണ്ടക്ടറും ഡ്രൈവറൊക്കെ ഒരാളായതുകൊണ്ട് ഒരു 2 മണിക്കൂറിൽ എത്തേണ്ട ബസ് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എത്തിയത്. പിന്നെ പണ്ട് വിശപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് നേരെ ഒരു ഹോട്ടലിൽ കയറി അരമണിക്കൂർ കാത്തു നിന്നിട്ട് ഒരു ദോശയും പരിപ്പ് വടയും പിന്നെ ഈ ബിസിബേള ഭാത്തും കൂടെ തിന്നിട്ട് അവിടുന്ന് ഇറങ്ങി. മസാല ദോശ ഉണ്ടായ പ്ലേറ്റിൽ അടിയിൽ ചോറൊക്കെ കണ്ടിട്ട് ഉമ്മച്ചിക്ക് അത് മനസ്സൊക്കെ പിടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ പുറത്തിറങ്ങിങ്ങാണ്ട് ഒരു ചായയും കുടിച്ച് അടുത്ത ബസ് കയറി. ഇനി നമ്മൾക്ക് ഗൂഡല്ലൂർക്ക് എത്തണം. പോണ ഇടയ്ക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ടുട്ടോ. മൈസൂർ ദസറ സമയത്ത് ഇവിടേക്ക് വരണം എന്നുള്ളൊരു പൂതിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അപ്പൊ കുറച്ച് തിരക്കും കാര്യങ്ങളായതുകൊണ്ട് വരാൻ പറ്റിയില്ല. അങ്ങനെ ബസ്സിൽ തന്നെ ഞാൻ മൈസൂരിന്റെ കോട്ടൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാണ്. അപ്പൊ എന്താന്ന് വെച്ചാല് എന്റെ ഏട്ടത്തിന്റെ അടുത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് ഇനി നാളെ അങ്ങോട്ട് ഒരു യാത്ര ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് മൈസൂരിലെ എയർപോർട്ട്. ഞങ്ങൾ അന്നാളും ഒരു വട്ടം ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ആവുന്നത് കണ്ടിരുന്നു. എനിക്ക് നല്ല ഭാഗ്യമുള്ളതുകൊണ്ട് ഈ പ്രാവശ്യം കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇതാ ഈ പാലത്തിന്റെ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്താൽ നല്ല രസം ഉണ്ടാവുമല്ലോ എന്നൊക്കെയാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കണത്. പിന്നെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ബസ് കയറിയ ഞാൻ ഉറങ്ങണ ഒരാളാണ്. ഇപ്പൊ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ ഉറങ്ങാനൊന്നും നടക്കില്ല. ഏതായാലും ഫോറസ്റ്റ് എത്തിയിട്ടാണെങ്കിൽ ബാക്കി കാഴ്ചകൾ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ കടന്നുറങ്ങി. ഒരു ആനനും കുറെ മാനകളെയും കണ്ടു കേട്ടോ. ആ മാനകളൊക്കെ വീഡിയോ എടുക്കാനാകുമ്പോഴത്തേന് ബസ് മുന്നിക്കെത്താണ്. പിന്നെ എന്റെ ജന്മനാടായ ഗൂഡല്ലൂരിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കണം. ഇനി ഇവിടുന്നും ഒരു ബസ് കയറാനുണ്ട്. പണ്ടൊക്കെ കുറെ സ്കൂൾക്ക് പോയിന്ന ബസ്സാണ് കേട്ടോ. അതിൽ കണ്ട് കയറിയപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഇതാ അവസാനം പെരയിലെത്തി. ഉമ്മാന്റെ ആങ്ങൾ, അതായത് എന്റെ കാക്കാന്റെ പെരയിൽ പോയി മീൻകറിയും ചോറും മുട്ട വെച്ചൊക്കെ തിന്നുങ്ങാണ്ട് അടുത്ത ആങ്ങളുടെ പെരയ്ക്ക് പോയി. അവിടെ ഉണ്ടായിട്ടോ കൊരങ്ങാളൊക്കെ മരത്തുനിന്ന് അല്ല ചെടിയിൽ തക്കാളിയൊക്കെ പറിച്ച് ഇങ്ങനെ തിന്നണേ. ഇനി ഇവിടുന്ന് ഞമ്മക്ക് പോവാനുണ്ട്. ഇനി അവിടുന്ന് ഒരു ഓട്ടോ കയറിങ്ങാണ്ട് നേരെ തറവാട്ടിക്ക് പോവാണ്. തറവാട്ടിൽ എത്തി നോക്കുമ്പോ ഇതാ ഒരു പൂച്ച അവിടെ ഇരിക്കണോട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കണ്ടിട്ട്. പിന്നെ നല്ല ബീഫ് ബിരിയാണിയും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കണ്ടപ്പോ ആന കരിമ്പുന്തോട്ടത്തേക്ക് കയറിയ മാതിരിയായിരുന്നു. ഇതാണ് കേട്ടോ എന്റെ സ്വന്തം തറവാട്. ഞാൻ ചെറുതിൽ കളിച്ചു വളർന്ന എന്റെ തറവാടാണ്. നല്ല ടൗണോ അല്ലെങ്കിൽ അങ്ങാടിയോ അല്ലാത്തൊരു സ്ഥലം, പിന്നെ നമ്മളെ സ്വന്തം നാട്, ഒരു തറവാട്ടിക്കൊക്കെ വരുന്ന ആ ഒരു വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ല ഒരു ഫീൽ ഉണ്ടല്ലോ. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ആൾക്കാർ, പിന്നെ കുറേ മോഡേൺ ആയിട്ടല്ലാത്ത ഗ്രാമത്തിലെ ആൾക്കാർ, പിന്നെ നമ്മളവിടുത്തെ പോലെ കരണ്ടോ ഒരു എന്താ പറയാ അതൊരു സ്പെഷ്യൽ. അപ്പൊ കൊടുകിലൊക്കെ ബീഫ് നിരോധിച്ചിട്ടാണ്. അപ്പൊ അവിടെ ബീഫ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പൊ ഞാൻ രാവിലെ പിന്നെയും ബീഫ് ബിരിയാണി തന്നെയാണ് തിന്നത്. പിന്നെ രാവിലെ നീച്ച് ഡ്രസ്സൊക്കെ മാറ്റി നല്ല സുന്ദരിയായിട്ട്, സുന്ദരി എന്ന് ഞാൻ പറയാണ്, ഒക്കെ മാറ്റിങ്ങാണ്ട് എവിടെ പോണെന്ന് വെച്ചാൽ എന്റെ ഏട്ടത്തി പ്രഗ്നന്റ് ആയിട്ട് ഓക്കെ 7 മാസം ആവുകയാണ് കേട്ടോ. അപ്പൊ ഓളെ കൂട്ടാൻ വേണ്ടിട്ടാണ് പോണത്. അപ്പൊ ഓളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിക്കണത് മഞ്ചേരിക്കാണ്, മലപ്പുറം. അപ്പൊ ഇതാ ഞങ്ങൾ വിത്ത് ഫാമിലി ട്രാവലറിൽ പോവാണ് കേട്ടോ. പിന്നെ ഫുള്ള് കുട്ടികളെ കഴിഞ്ഞു. ഇപ്പൊ എന്റെ വയസ്സിനുള്ള ആരും ഉണ്ടായി കേട്ടോ. പിന്നെ വലിയ വലിയ ആൾക്കാരും ഫുള്ള് വയലും. ഞാനൊക്കെ ഉദ്ദേശിച്ച നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് പോകുന്നതാണ്. പിന്നെ വയലും ഫുള്ള് മധുര ഗാനങ്ങളായിരുന്നു കേട്ടോ ബസ്സിൽ മൊത്തം. ഈ ഡാൻസ് കളിക്കണൊക്കെ നല്ല കുത്തുപാട്ട് ഇട്ടിട്ടൊന്നല്ല, ഫുള്ള് ഈ എന്താ പറയാ ഗാർജന്റെ പാട്ടൊക്കെ പാടിയിട്ടാണ് ഇവരൊക്കെ വൈബാക്കണത്. പിന്നെ ഞാൻ കുറച്ച് പാട്ടൊക്കെ ഇട്ട് ഓരോ മോട്ടറൊക്കെ ഇട്ടൊക്കെ എല്ലാവരും ഉഷാറായിട്ടോ. അപ്പൊ കുറെ കാഴ്ചകളും ഈ ചായത്തോട്ടം ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ടാണ് ഞങ്ങൾ പോണത്. അങ്ങനെ പോയിങ്ങോണ്ട് കുറെ സ്ഥലത്ത് ഇറങ്ങിയൊക്കെ ചെയ്ത് പിന്നെ അവിടെ എത്തിയപ്പോ ഒരു മക്കാമുണ്ടായിട്ടോ. അവിടെ കയറിട്ട് ദുആ തീർന്നല്ലേ വെറുതെ. കുറെ നേരം അവിടുന്ന് ഇറങ്ങി പിന്നെ വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് ചുരത്തിമക്കൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ കുട്ടികളല്ലേ എല്ലാവർക്കും ദാഹിക്കാനും വിശക്കാനൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, റോഡ് സൈഡിലുണ്ടായ ഒരു കടയിൽ നിർത്തിങ്ങാണ്ട് അവിടെ കുറെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടോ. വായിൽ കണ്ടിട്ട് ഇങ്ങനെ വെള്ളം ഒലിക്കേനു. പിന്നെ എല്ലാവർക്കും ഓരോ ഇളനീർ ജ്യൂസും പറഞ്ഞു. കാട്ട് നിങ്ങൾ നോക്കണ്ടത് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് എത്ര നേരം വീഡിയോ എടുത്തിക്കണെന്നുള്ള എനിക്കറിയുള്ളൂ. ആ വീഡിയോ എടുത്ത ക്ഷീണം മാറ്റാൻ വേണ്ടി പിന്നെ ഇളനീർ ജ്യൂസ് കുടിക്കൽ തുടങ്ങിട്ടോ. പിന്നെ അങ്ങനെ അതും കുടിച്ച് കടിയും മുടിപ്പിച്ചിങ്ങാണ്ട് ഞങ്ങൾ വണ്ടി കയറാന്ന് വിചാരിച്ചു. അപ്പോഴാണ് കേട്ടോ എല്ലാവർക്കും ഉപ്പിലിട്ട് തിന്നാനൊരു പൊതി. പിന്നെ എന്റെ കാക്ക കടക്കാരനായി മാറി അവസാനം എല്ലാവർക്കും എടുത്തുകൊടുക്കാൻ തുടങ്ങിട്ടോ. നെല്ലിക്കും മാങ്ങ എല്ലാ സാധനങ്ങളും ഉണ്ടായി. പിന്നെ എല്ലായിടത്തിനും വണ്ടിക്ക് എടുത്തിട്ടുങ്ങാണ്ട് ഇന്ന് ഇവിടെ നിൽക്കുന്ന ശരിയല്ല ഇറങ്ങാണ്ട് ഞങ്ങൾ പോവാണ്. ഇത് ഉമ്മാന്റെ ചെറിയ ആങ്ങളാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിക്കണ്, മഞ്ചേരിയിൽ എത്തി. കാവന്നൂരിലാണ് ടോള് കെട്ടിച്ചിരിക്കണത്. അപ്പൊ അവിടുന്ന് പോയിട്ട് അവിടുന്ന്
അവിടുന്ന് ഞങ്ങൾ ബീഫ് ബിരിയാണി ഒക്കെ തിന്ന്, ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് തിന്ന് മുടിപ്പിച്ച് നേരെ മൂത്തമാരെ പോയി അടുത്ത മുടിപ്പിക്കലിന്. പിന്നെ അവിടെ പോയി പൊറാട്ടും ചിക്കൻ കറി ഒക്കെ തിന്നിട്ട് ഓടി പോയിട്ട് ഫാമിലിനെ വെച്ചിട്ട് കുറെ ആയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായില്ല. അപ്പൊ ഫോട്ടോ എടുത്തിക്കണേ. അപ്പൊ പോകുമ്പോൾ പൊറാട്ട പാർസലൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോണത്. അപ്പൊ അങ്ങനെ ഏതായാലും എന്റെ യൂട്യൂബ് ചാനലത്തെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.